ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലു. ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഇന്നലെ. എല്ലാവരും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. വിൽ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തത്. ഫ്യൂച്ചർ ആക്ഷൻസിനെ കുറിച്ച് ചോദിക്കാം. വരുമോ, പോകുമോ, ചെയ്യുമോ, എന്താണ് കൊണ്ടുവരിക, ഇത്തരം കാര്യങ്ങൾ. വാട്ട് ടൈം വിൽ യു കം ടുമോറോ, വാട്ട് ടൈം വിൽ യു കം ടുമോറോ, when will you come, what will you offer. അത്തരം ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇന്നും നമുക്ക് മറ്റു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാണോ എന്ന് വിചാരിക്കുന്നു. കഴിച്ചില്ലേ? എന്തായിരുന്നു കഴിച്ചത്? എപ്പോഴായിരുന്നു കഴിച്ചത്? ഇതൊക്കെ ചോദിക്കേണ്ടേ നമുക്ക്? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു, ഇന്ന് കഴിഞ്ഞതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അല്ലെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് കഴിച്ചു, ഡിന്നർ കഴിച്ചു, ഇങ്ങനെയൊക്കെ പറയാനുണ്ടാവും നമുക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആവാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഡു ഈറ്റ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്. What do means what did you eat for your breakfast. ഇങ്ങനെയാണ് നമുക്ക് നിങ്ങൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ മനസ്സിലായി കാണും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ പോലെ ആദ്യം ചേർക്കേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ്. WH ക്വസ്റ്റ്യൻസ് എന്നാണ് ഇത്തരം ക്വസ്റ്റ്യൻസിനെ പറയുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓക്സിലറി ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഡ്യൂ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് യെസ്റ്റർഡേ, ഇന്നലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നോ? ഡ്യൂ സ്ലീപ്പ് യെസ്റ്റർഡേ, ഇന്നലെ നിങ്ങൾ ഉറങ്ങിയിരുന്നോ? അത്തരം ചോദ്യങ്ങൾ ചോദിച്ചതാണ് നമ്മൾ. ഇനി WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഈ WH കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡുകൾ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് WH ക്വസ്റ്റ്യൻസ്. കൂടുതൽ WH കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണത്. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് നമുക്ക് മനസ്സിലായി. ആദ്യം WH ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കുന്നു, ദെൻ ഡിഡ് എന്ന് കാണുന്നതോടുകൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതാണ്, പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന്. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് ഡു യു ഈറ്റ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് ഡു യു ഈറ്റ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്. എന്താണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. സോ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഡിഡ് പ്ലസ് സെൻറ്റൻസ്. എന്താണോ നമുക്ക് ചോദിക്കാനുള്ളത്, എന്തിനെക്കുറിച്ചാണോ അത് പറയുക. സിമ്പിൾ. വാട്ട് ഡു യു ഈറ്റ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്. എപ്പോഴാണ് നിങ്ങൾ എഴുന്നേറ്റത്. എഴുന്നേൽക്കുക എന്നതിന് നമുക്കറിയാം വേക്കപ്പ്. എഴുന്നേറ്റു എന്നതിന് വോക്കപ്പ് എന്നാണ്. ഐ വോക്കപ്പ് അറ്റ് 5 o'clock യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ 5 മണിക്ക് എഴുന്നേറ്റു. അതേ സമയത്ത് ഇത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ഓക്സിലറി ചേർക്കുന്നുണ്ടല്ലേ, ഡിഡ്. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡിൻ്റെ കൂടെ ചേർത്തത്. ഡിഡ് എന്ന് പറയുന്നത് ഡു എന്നതിൻ്റെ പാസ്റ്റ് രൂപമാണ്. ഈ ഡിഡ് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ക്വസ്റ്റ്യന് വേണ്ടി ചേർക്കുന്നു. ഈ ഡിഡ് വരുന്നതോടുകൂടെ നമുക്ക് മനസ്സിലാക്കാം ഇത് പാസ്റ്റ് രൂപത്തിലുള്ളതാണ്. അതേസമയം തന്നെ വേക്കപ്പ് എന്നത് പാസ്റ്റിലേക്ക് മാറി. അതോടുകൂടെ നമ്മൾ ചോദിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പാസ്റ്റിലേക്ക് മാറി. സോ പിന്നെയും അവിടെ നമ്മൾ പാസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. സോ ഐ വോക്കപ്പ് അറ്റ് 5 o'clock ഇൻ ദ മോർണിംഗ് എന്ന് പറയുമ്പോൾ അതേക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ മതിയാകും? വെൻ ഡു യു വേക്കപ്പ്. വെൻ ഡു യു വേക്കപ്പ് ഇൻ ദ മോർണിംഗ്. വെൻ ഡിഡ് യു വേക്കപ്പ് യെസ്റ്റർഡേ. വെൻ ഡിഡ് യു വേക്കപ്പ്. അവിടെ വേക്കപ്പ് മതി, വോക്കപ്പ് വേണ്ട. കാരണം നേരത്തെ ഡിഡ് വന്നതുകൊണ്ട്. സോ when did you wake up in the morning. What did you have for your breakfast. What do you have or what did you eat for your breakfast. Okay. ഏത് സോപ്പായിരുന്നു കുളിക്കാൻ ഉപയോഗിച്ചത്. സ്മിയർ. which soap do you smear for bath. which soap do you smear for bath. സോപ്പ് തേക്കുന്നതിനാണ് നമ്മൾ സ്മിയർ എന്ന് പറയുക. സോപ്പ്, എണ്ണ, അത്തരത്തിലുള്ള
നമ്മൾ ശരീരത്തിൽ തേക്കുന്നതിനെ സ്മിയർ എന്ന് പറയും. വിച്ച് സോപ്പ് ഡു യു സ്മിയർ ഫോർ ബാത്ത്? ഓക്കെ. വിച്ച് പേസ്റ്റ് ഡു യു യൂസ് യെസ്റ്റർഡേ? വിച്ച് പേസ്റ്റ് ഡു യു യൂസ് യെസ്റ്റർഡേ? ഇന്നലെ നിങ്ങൾ ഏതു പേസ്റ്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്? വിച്ച് പേസ്റ്റ് ഡു യു യൂസ്? ഓക്കെ. Where do you go for? Where did you go for morning exercises yesterday? Where did you go for morning exercises yesterday? Where did you go in the last night? Where did you go? Where did you go in the night? Where did you go in the night? Means last night നിങ്ങൾ എവിടെയായിരുന്നു പോയത്? എവിടെയായിരുന്നു പോയത്? മോർണിംഗ് എക്സസൈസിന് വേണ്ടി നിങ്ങൾ എവിടെയായിരുന്നു പോയത്? ഐ വെൻറ്റ് ടു പ്ലേ ഗ്രൗണ്ട്. ഐ വെൻറ്റ് ടു പ്ലേ ഗ്രൗണ്ട്. ഐ വെൻറ്റ് ടു പ്ലേ ഗ്രൗണ്ട്. ഐ വെൻറ്റ് ടു ഹോസ്പിറ്റൽ the last night. In the last night I went to hospital. I was at hospital to help my friend. Where did you get this book? Where did you get this book? I got it. I got it. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ where did you get. സോ ആൻസർ പറയുമ്പോൾ അതിൻ്റെ past tense. I got it from Calicut. I got it from Calicut. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹോസ്റ്റലിൽ നീ ഒറ്റയ്ക്കായിരുന്നല്ലോ. ആരാണ് ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിന്നെ ഹെൽപ്പ് ചെയ്തത്? Who did help you? Who did help you cook food? Who did help you to cook food or cook food? Who did help you to cook food? ആരാണ് സഹായിച്ചത്? My friend helped me. My friend helped me to cook food. Or my friend helped me to do. My friend helped me to do. Or to cook, to prepare food. Right? Who did water garden? Who did water garden yesterday? Who did water garden yesterday? ആരായിരുന്നു ഇന്നലെ തോട്ടം നനച്ചത്? ബിബു watered garden yesterday. Bibu watered garden yesterday. You got the idea clearly, I hope so. മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. What plus did plus sentence. What plus did plus sentence. We can make the question. അപ്പോൾ ഇങ്ങനെയാണ് ഡിഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതും അതിൻ്റെ ആൻസർ പറയുന്നതുമൊക്കെ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനാണ്. എന്ന് കഴിഞ്ഞതാണെങ്കിലും എപ്പോൾ കഴിഞ്ഞതാണെങ്കിലും നമുക്കങ്ങനെ ചോദിക്കാവുന്നതാണ്. പാസ്റ്റ് ടെൻസിലായിരിക്കണമെന്ന് മാത്രം. സോ കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞും പരിശീലിച്ചും എഴുതിയുമൊക്കെ ഒരുപാട് നന്നായി ഇംഗ്ലീഷിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.